മനുഷ്യൻ ചന്ദ്രനിൽ ജീവിക്കുമോ? ദീർഘകാലമായി കേൾക്കുന്ന കൗതുകമുള്ള ഒരു ചോദ്യമാണിത്. ചന്ദ്രനെ അറിയാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ചാന്ദ്ര ദൗത്യങ്ങളുണ്ട്. ചാന്ദ്ര ദൗത്യങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ പുരോഗതി വെളിപ്പെടുത്തുന്നത് ചന്ദ്രനിൽ ജീവിക്കാനാകുമോ എന്ന ചോദ്യം അത്ര പൊട്ടത്തരമല്ല എന്നാണ്. നമ്മുടെ സ്വന്തം ISROയുടെ പഠനവും ഇതുതന്നെയാണ് പറയുന്നത്. വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ISRO പുറത്തുവിട്ടിരിക്കുന്നത്. ചന്ദ്രൻ്റെ ധ്രുവപ്രദേശങ്ങളിലെ ഗർത്തങ്ങളിൽ മഞ്ഞു രൂപത്തിൽ കൂടുതൽ വെള്ളമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ഉപരിതലത്തിലുള്ള മഞ്ഞിനേക്കാൾ 5 മുതൽ 8 മടങ്ങ് വരെ കൂടുതൽ ഇരുധ്രുവങ്ങളും ഉണ്ടാകുമെന്നാണ് പഠനം. ഇസ്രോയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്ററാണ് പഠനം നടത്തിയത്. IIT കാൺപൂർ, സതേൺ കാലിഫോർണിയ സർവകലാശാല, ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, IIT ധൻബാദ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പഠനം നടത്തിയത്. നിർണായക കണ്ടെത്തലുകൾ ഫോട്ടോഗ്രാമട്രി ആൻഡ് റിമോട്ട് സെൻസിംഗ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാവിയിലെ ചാന്ദ്ര പരിവേഷണ ദൗത്യങ്ങൾക്കും ചന്ദ്രനിൽ മനുഷ്യൻ്റെ സാന്നിധ്യം നിലനിർത്തുന്നതിനും നിർണായകമായ കണ്ടെത്തലാണിത്. നാസയുടെ ലൂണാർ റെക്കഗ്നൈസൻസ് ഓർബിറ്ററിലെ റഡാർ, ലേസർ ഓപ്റ്റിക്കൽ, ന്യൂട്രോൺ സ്പെക്ട്രോമീറ്റർ, അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ, തെർമൽ റേഡിയോമീറ്റർ എന്നിവയുൾപ്പെടുന്ന 7 ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഗവേഷകർ ഈ നിർണായക കണ്ടെത്തലുകളിൽ എത്തിച്ചേർന്നത്. ചന്ദ്രയാൻ 2 പോളാറിമെട്രിക് റഡാർ ഡേറ്റ ഉപയോഗിച്ച് ISRO നടത്തിയ പഠനത്തിൽ ചില ധ്രുവ ഗർത്തങ്ങളിൽ മഞ്ഞുരൂപത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ മുൻ പഠനത്തെ പുതിയ പഠനം സാധൂകരിക്കുന്നുണ്ട്.